ഭൂമിയിലെ ജീവൻ പ്രകൃതിയുടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന ജീവികൾക്ക് മാത്രമേ ഭൂമിയിൽ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടം ജീവന്റെ ചരിത്രം തുടങ്ങിയപ്പോൾ മുതൽ ഇന്നും എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജീവിവർഗവും ഈ പോരാട്ടത്തിൽ ജയിക്കാൻ വ്യത്യസ്തമായ വഴികളായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ജീവിവർഗവും തികച്ചും വ്യത്യസ്തമായ രൂപത്തിൽ പരിണമിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ തികച്ചും വ്യത്യസ്തമായ ജീവിവർഗങ്ങളെ പോലും പ്രകൃതി ഒരേ ദിശയിൽ തന്നെ നയിക്കുകയും ഒടുവിൽ അവ ഒരേ രീതിയിൽ തന്നെ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഉദാഹരണത്തിന് ഈ കാണുന്ന ജീവി പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഇന്നത്തെ ഡോൾഫിൻ ആണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ, കൃത്യമായി പറഞ്ഞാൽ ദിനോസറുകളുടെ കാലത്തിൽ സമുദ്രങ്ങളെ വിറപ്പിച്ചിരുന്ന ഒരു ഭയാനകമായ ഉരകജീവി വർഗമാണ്. ഡോൾഫിൻസിനും ഈ ഉരകജീവികൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്നിട്ടും ഇവയ്ക്ക് എങ്ങനെയാണ് ഏകദേശം ഒരേപോലത്തെ രൂപം കിട്ടിയത്? വംശനാശം സംഭവിച്ച് മൺമറഞ്ഞു പോയ ഉരകജീവി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഭൂമിയിൽ അവതരിച്ചതാണോ? പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതാണ് കൺവെർജന്റ് എവല്യൂഷൻ. ഇത് ശരിക്കും യാദർച്ഛികവുമല്ല, വെറുമൊരു സാമ്യവുമല്ല, മറിച്ച് അതിജീവനത്തിന് വേണ്ടി രണ്ട് വ്യത്യസ്തമായ ജീവിവർഗങ്ങൾ ഒരേ പ്രശ്നത്തിന് ഒരേ പരിഹാരം കണ്ടെത്തുന്ന പ്രതിഭാസമാണിത്. അങ്ങനെ ഒരേ പരിഹാരം കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും അവ ഒരേപോലെ രൂപസാദൃശ്യമുള്ളവയായി പരിണമിക്കുകയും ചെയ്യും. ഇങ്ങനെ പുരാതന കാലത്തിൽ വംശനാശം സംഭവിച്ചു പോയ ജീവികളുടെ രൂപസാദൃശ്യത്തിൽ പിൽക്കാലത്തിൽ നിരവധി ജീവികൾ രൂപം കൊണ്ടിട്ടുണ്ട്. അത്ഭുതാവഹമായ അത്തരം ജീവികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് ജീവിവർഗങ്ങൾ സമാനമായ രീതിയിൽ പരിണമിക്കുന്നതിനെയാണ് കൺവെർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനൊരുത്തമ ഉദാഹരണമാണ് ഇക്തിയോസൗറസ്. ഇത് പുരാതന കാലത്തിൽ ജീവിച്ചിരുന്ന ഒരു ഉരകജീവി വർഗമാണ്. ഗ്രീക്ക് ഭാഷയിൽ മത്സ്യത്തിന്റെ പല്ലി എന്നർത്ഥം വരുന്ന ഈ പേര് ഈ വിചിത്രമായ ജീവിയെ കൃത്യമായി വിവരിക്കുന്ന ഒന്നാണ്. കാരണം ഇത് ശരിക്കും ഒരു ഉരകജീവി വർഗമാണ്. കരയിൽ ജീവിച്ചിരുന്ന റെപ്റ്റൈൽസിൽ നിന്നുമാണ് ഇവ പരിണമിച്ചത്. ദിനോസറുകളുടെ കാലഘട്ടത്തിൽ സമുദ്രങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഈ ജീവികൾ പരിണാമത്തിന്റെ ഒരു അത്ഭുതമായിരുന്നു. ഈ രൂപം ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ കൃത്യതയോടെയും അതിവേഗത്തിലും നീന്താനായി രൂപകൽപ്പന ചെയ്തതാണെന്ന് മനസ്സിലാകും. അതായത് ബുള്ളറ്റ് ആകൃതിയിലുള്ള ശരീരം, കൂർത്ത തല, ദിശ നിയന്ത്രിക്കാനുള്ള ചിറകുകൾ, മുന്നോട്ട് കുതിക്കാനുള്ള ചന്ദ്രക്കല പോലെയുള്ള വാൽ, അങ്ങനെ ഓരോ ഭാഗവും ഓരോ ചിറകും വേഗതയ്ക്കും കൃത്യതയ്ക്കും കാര്യക്ഷമതയ്ക്കും വേണ്ടി മാത്രം നിർമ്മിച്ചവയാണ്. ഏകദേശം 22 കോടി വർഷങ്ങൾക്ക് മുൻപാണിവ ആദ്യമായി പരിണമിക്കാൻ തുടങ്ങിയത്. ഏതാണ്ട് 9 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇക്തിയോസൗറസിന് പൂർണ്ണമായും വംശനാശവും സംഭവിച്ചു. പക്ഷേ സമുദ്രത്തിൽ അതിജീവിക്കാൻ ഇതേ കൃത്യതയും വേഗതയും ഇപ്പോഴും ആവശ്യമാണ്. അതിനാൽ ഇക്തിയോസൗറസ് ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞ് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇക്തിയോസൗറസിന് പകരമായി പ്രകൃതി അതിന് സമാനമായ മറ്റൊരു ജീവിയെ ഭൂമിയിൽ അവതരിപ്പിച്ചു. അതാണ് ഡോൾഫിൻസ്. കരയിൽ ജീവിച്ചിരുന്ന പൂർവികരിൽ നിന്ന് പരിണമിച്ച ഒരു സസ്തനി വർഗമാണ് ഡോൾഫിൻ. എന്നാൽ അതിന് പുരാതനമായ ഇക്തിയോസൗറസിന്റെ ഏതാണ്ട് സമാനമായ ശരീരഘടനയാണുള്ളത്. അതേപോലെ രൂപമുള്ള ശരീരം, അതേപോലത്തെ വാൽ, അതേപോലത്തെ ചിറകുകൾ, അങ്ങനെ ആകെ മൊത്തത്തിൽ ഇക്തിയോസൗറസ് പുനർജനിച്ചതുപോലെ തോന്നും. രൂപത്തിന് പുറമെ വേറെയും നിരവധി സാമ്യതകളുണ്ട്. രണ്ട് ജീവിവർഗങ്ങളും ഒരേപോലെയാണ് വേട്ടയാടുന്നത്. ഇവ രണ്ടും ജീവിക്കുന്ന ചുറ്റുപാടുകളും തുല്യമാണ്. സാധാരണ ഉരകജീവികളെല്ലാം മുട്ടയിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇക്തിയോസൗറസ് പ്രസവിക്കുകയാണ് ചെയ്തിരുന്നത്. അതായത് ഡോൾഫിൻസിനെ പോലെ. ഉരകജീവി വർഗങ്ങളിൽ അത് വളരെ വളരെ അപൂർവമാണ്. മറ്റൊരു അപൂർവമായ സവിശേഷത എന്നത് സാധാരണ ഒട്ടുമിക്ക മറൈൻ മാമൽസിനും ബ്ലബർ ഉണ്ടായിരിക്കും. സ്കിന്നിനടിയിലുള്ള കട്ടി കൂടിയ ഒരു ഫാറ്റിന്റെ ലെയറാണ് ബ്ലബർ. മരവിക്കുന്ന തണുപ്പിലും ശരീര താപനില നിലനിർത്താൻ സഹായിക്കുന്നത് ഈ ബ്ലബറാണ്. മാമൽ ആയതുകൊണ്ട് തന്നെ ഡോൾഫിൻസിനും ബ്ലബർ ഉണ്ട്. ഇത് സാധാരണഗതിയിൽ ഉരകജീവികളിൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇക്തിയോസൗറസിന് ബ്ലബർ ഉണ്ടായിരുന്നു. ഇവയുടെ ഡയറ്റ് പ്ലാനും ഡോൾഫിൻസിന് സമാനമാണ്. പൊതുവെ ചെറിയ ജീവികളെയാണ് ഡോൾഫിൻസ് ആഹാരമാക്കുന്നത്. ഇരകൾ വഴുതി രക്ഷപ്പെട്ടു പോകാതെ പിടിച്ചു വെക്കാൻ പറ്റിയ രീതിയിലാണ് ഇവയുടെ പല്ലുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പല്ലുകൾ ഉപയോഗിച്ച് ചവയ്ക്കാനൊന്നും സാധിക്കില്ല. അതിനാൽ പിടിക്കുന്ന ഇരയെ ചവച്ച് തിന്നുന്നതിന് പകരം മൊത്തത്തിൽ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. വലിയ ഇരയാണെങ്കിൽ കഷ്ണങ്ങളായി വലിച്ചു കീറിയ ശേഷം വിഴുങ്ങും. ഇക്തിയോസൗറസിന്റെ പല്ലുകളും ഇതേ രീതിയിലാണ് നിർമ്മിതമായിരിക്കുന്നത്. അപ്പോൾ അവയും ഡോൾഫിൻസിനെ പോലെയാണ് ആഹാരം കഴിച്ചിരുന്നത്. അങ്ങനെ രൂപത്തിന് പുറമെ ഇക്തിയോസൗറസും ഡോൾഫിനും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. പക്ഷേ ഇത്രയേറെ സാമ്യതകൾ ഉണ്ടെങ്കിലും രണ്ട് ജീവികളും പരിണാമത്തിന്റെ കാലഘട്ടങ്ങളാലും പാരമ്പര്യങ്ങളാലും വളരെയധികം അകലെയാണ്. ഒന്ന് റെപ്റ്റൈലും മറ്റേത് സസ്തനിയുമാണ്. ഇവ തമ്മിൽ ഒരു ബന്ധവുമില്ല.
ഇക്തിയോസൗറസിന് വംശനാശം സംഭവിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഡോൾഫിൻസ് ഭൂമിയിൽ രൂപം കൊണ്ടത്. ഇവയുടെ സമാനമായ രൂപങ്ങൾ ഒരു പുതുപൂർവ്വകനിൽ നിന്ന് ലഭിച്ചതല്ല, മറിച്ച് അതിജീവനത്തിന് വേണ്ടി അവ സ്വയം നേടിയെടുത്തതാണ്. ഈ കാണുന്നത് ഒരു മുതലയാണെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ചാംസോസൗറസ് എന്നൊരു ഉരക ജീവി വർഗമാണ്. ഏകദേശം 9 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 5.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഇവ ജീവിച്ചിരുന്നത്. പ്രത്യക്ഷത്തിൽ ഇവയും മുതലകളും തമ്മിൽ യാതൊരു വ്യത്യാസവും തോന്നില്ല. നീളമുള്ള വലിയ തല, കൂർത്ത് വളഞ്ഞ പല്ലുകൾ, നീളം കുറഞ്ഞ കൈകാലുകൾ, കട്ടിയുള്ള പുറംതോട്, പരന്ന നീളം കൂടിയ വാല്, അങ്ങനെ ആകെ മൊത്തത്തിൽ ഇവ മുതലകളെ പോലെ തന്നെ. ഇന്നത്തെ മുതലകളെ പോലെ ചാംസോസൗറസും സെമി അക്വാട്ടിക് ആയിരുന്നു. തലയുടെ മുന്നിൽ ഏറ്റവും അറ്റത്തിലാണ് ഇതിന്റെ മൂക്കിരിക്കുന്നത്. അതുപോലെ കണ്ണുകൾ തലയുടെ ഏറ്റവും മുകളിലാണ്. ഈ ഒരു ഘടന ഇവയെ ഇന്നത്തെ മുതലകളെ പോലെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി ഒളിച്ചു കിടക്കാൻ സഹായിക്കും. ശേഷം അടുത്തു വരുന്ന ഇരയെ ചാടി വീണ് അപ്രതീക്ഷിതമായിട്ട് ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇവ വേട്ടയാടുന്ന രീതികളും സമാനമാണ്. പക്ഷെ ഇത്രയേറെ സാമ്യതകൾ ഉണ്ടെങ്കിലും ചാംസോസൗറസും മുതലകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതുപോലെ മറ്റൊരു വർഗമാണ് ഫൈറ്റോസോർ. ഇവയ്ക്കും മുതലകളുമായി ബന്ധമില്ല, പക്ഷേ പ്രത്യക്ഷത്തിൽ മുതലകളാണെന്നേ തോന്നൂ. ചാംസോസൗറസിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഫൈറ്റോസോർസിനും ഇന്നത്തെ മുതലകളുടെ എല്ലാ സവിശേഷതകളുമുണ്ട്. ഇവയും സെമി അക്വാട്ടിക് ആയിരുന്നു. ഇവ വേട്ടയാടുന്ന രീതികളും സവിശേഷതകളും എല്ലാം തന്നെ ഇന്നത്തെ മുതലകൾക്ക് സമാനമാണ്. ഇന്നത്തെ മുതലകളിൽ നിന്നും ഫൈറ്റോസോർസിനെ വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു പ്രധാന കാര്യമെന്നത് ഫൈറ്റോസോർസിന്റെ മൂക്കുകളാണ്. ഇന്നത്തെ മുതലകളുടെ തലയുടെ അറ്റത്തിലാണ് മൂക്കിരിക്കുന്നത്. എന്നാൽ ഫൈറ്റോസോർസിന്റെ മൂക്കുകൾ ഇരിക്കുന്നത് അവയുടെ കണ്ണുകൾക്ക് സമീപത്താണ്. കൺവേർജന്റ് എവല്യൂഷന്റെ ഏറ്റവും എക്സ്ട്രീം ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. കരയിൽ ജീവിച്ചിരുന്ന സസ്തനികളിൽ നിന്നുമാണ് കാലക്രമേണ തിമിംഗലങ്ങൾ രൂപം കൊണ്ടത്. അങ്ങനെ ആദ്യമായി രൂപം കൊണ്ട തിമിംഗലങ്ങളിൽ ഒന്നാണ് ആംബുലോസീറ്റസ്. ഏകദേശം 5 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. പക്ഷെ ഇവയെ കാണാൻ ഇന്നത്തെ തിമിംഗലങ്ങളുമായിട്ട് യാതൊരു ബന്ധവും തോന്നിക്കില്ല. പകരം ഇവ മൊത്തത്തിൽ മുതലകളെ പോലെ ആയിരുന്നു. ഇവ പൂർണ്ണമായും വെള്ളത്തിലല്ല ജീവിച്ചിരുന്നത്, മറിച്ച് ഇവ സെമി അക്വാട്ടിക് ആയിരുന്നു. വെള്ളത്തിനടിയിൽ പതുങ്ങിയിരുന്ന ശേഷം അടുത്തെത്തുന്ന ഇരയെ പെട്ടെന്ന് ചാടി ആക്രമിക്കുന്നതാണ് ഇവയുടെ രീതി. മുതലകളെ പോലെ ഇവയുടെ മൂക്കും കണ്ണുകളും തലയുടെ ഏറ്റവും മുകളിലാണ്. അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇവയ്ക്ക് വെള്ളത്തിനടിയിൽ ഒളിച്ചു കിടക്കാൻ സാധിക്കും. ഇതിന്റെ തലയും മുതലകളെ പോലെ നീളമുള്ളതാണ്. ശരിക്കും സസ്തനികളുടെ മുതലയായിരുന്നു ആംബുലോസീറ്റസ്. രൂപത്തിൽ ഇവയെ മുതലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം ഇവയുടെ ശരീരം നിറയെ രോമം കൊണ്ട് നിറഞ്ഞതായിരുന്നു. മറ്റൊരു വ്യത്യാസം, ആംബുലോസീറ്റസിന് ഇരകളെ കടിച്ചു കീറി ചവച്ചരച്ച് കഴിക്കാൻ സാധിക്കും. ആ രീതിയിലാണ് അവയുടെ പല്ലുകൾ നിർമ്മിതമായിരുന്നത്. എന്നാൽ മുതലകൾ ചവയ്ക്കുന്നതിന് പകരം കടിച്ചു കീറി കഷ്ണങ്ങളാക്കി വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളല്ലാതെ മുതലകളും ആംബുലോസീറ്റസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതുപോലെ മുതലകൾക്ക് തിമിംഗലം പോലത്തെ ഒരു ജീവിയും ഉണ്ടായിരുന്നു. അതാണ് സ്റ്റൊമാറ്റോസൂക്കസ്. ഏകദേശം 9 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. മുതലകളെന്ന് കേൾക്കുമ്പോൾ വലിയ ഇരകളെ പോലും മാരകമായിട്ട് ആക്രമിച്ച് വേട്ടയാടുന്ന ഒരു ദൃശ്യമായിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. എന്നാൽ സ്റ്റൊമാറ്റോസൂക്കസ് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇവയ്ക്ക് മാരകമായ പല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പല്ലുകളെല്ലാം തീരെ ചെറുതാണ്. അതുപയോഗിച്ച് വലിയ ജീവികളെയൊക്കെ കടിച്ചു കീറാനൊന്നും സാധിക്കില്ല. അതിന് പകരം ഇവയുടെ വാ നല്ല രീതിയിൽ സ്ട്രെച്ച് ആകുന്ന രീതിയിലാണ് നിർമ്മിതമായിരിക്കുന്നത്. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ വാ മൊത്തത്തിൽ ഒരു വളരെ വലിയ വല പോലെ പ്രവർത്തിക്കും. ഭീമാകാരമായ ഈ വല ഉപയോഗിച്ച് ഒരുപാട് കുഞ്ഞൻ ജീവികളെ ഒരുമിച്ച് കോരിയെടുത്ത് വായ്ക്കുള്ളിലാക്കും. എന്നിട്ട് അവയെ മൊത്തത്തിൽ വിഴുങ്ങും. ഇങ്ങനെയാണ് ഇവ വേട്ടയാടുന്നത്. ഇതേ രീതിയിലാണ് ഇന്നത്തെ ബലിയൻ തിമിംഗലങ്ങളും വേട്ടയാടുന്നത്. ഇതിന്റെ കുഞ്ഞൻ പല്ലുകൾ സിപ്പർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് വേട്ടയാടുമ്പോൾ മുകളിലത്തെയും താഴത്തെയും പല്ലുകൾ പരസ്പരം ഇന്റർലോക്ക് ചെയ്യപ്പെടും. പിന്നെ ഉള്ളിലാകുന്ന ഇരകൾക്ക് പുറത്തു കടക്കാൻ പറ്റില്ല. ഇവയുടെ വലിപ്പവും തിമിംഗലങ്ങളെ പോലെ ഭീമാകാരമായിരുന്നു. ഇവയ്ക്ക് 33 അടിയിൽ കൂടുതൽ നീളം വയ്ക്കാൻ കഴിയും. ആ കാലഘട്ടത്തിൽ ജലത്തിലെ ഏറ്റവും വലിയ പ്രഡേറ്റേഴ്സിൽ ഒന്നായിരുന്നു ഇത്. ഏകദേശം 40 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സസ്തനി വർഗമാണ് ട്രൈഗോഡോൺ. ഇതിന്റെ വലിയ ശരീരവും നീളം കുറഞ്ഞ കാലുകളും തലയിലെ കൊമ്പുകളുമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഇന്നത്തെ റൈനോസെറോസിനെ ആയിരിക്കും. യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഇതിന്റെ ഫോസിൽസ് കണ്ടെത്തിയപ്പോൾ ഇത് ശരിക്കും ഒരു പുരാതന കാലത്തിലെ റൈനോസെറോസിന്റെ ഫോസിൽ ആയിരിക്കുമെന്നാണ് കരുതിയത്. ഇവ തമ്മിൽ അത്രയേറെ സാമ്യതകളുണ്ട്. റൈനോസെറോസിനെ പോലെ ഇവയും സസ്യഭൂക്കുകളായിരുന്നു. അങ്ങനെ രൂപത്തിലും രീതികളിലുമെല്ലാം ഇവ റൈനോസെറസിന് സമാനമാണ്. പക്ഷെ ഇതിന് റൈനോസെറോസുമായി യാതൊരു ബന്ധവുമില്ല.
അതുമാത്രമല്ല ഇന്ന് റൈനോസറോസ് ആഫ്രിക്കയിലും ഏഷ്യയിലും മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. പുരാതന കാലത്തിൽ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലുമൊക്കെ റൈനോസറോസ് ഉണ്ടായിരുന്നു. പക്ഷേ സൗത്ത് അമേരിക്കയിൽ റൈനോസറോസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രൈഗഡോൺ ജീവിച്ചിരുന്നത് സൗത്ത് അമേരിക്കയിലാണ്. റൈനോസറോസിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്ന ഒരേയൊരു പ്രധാന ഘടകമെന്നത് ഇവയുടെ നീളം കുറഞ്ഞ കൊമ്പുകളാണ്. റൈനോസറോസിനാണെങ്കിൽ കുറെ കൂടെ നീളം കൂടിയ കൊമ്പുകളാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്നും പിരിഞ്ഞതിനാൽ ഓസ്ട്രേലിയയിലെ ജീവജാലങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പരിണമിച്ചത്. അങ്ങനെ പരിണമിച്ച ഒരു വിചിത്രമായ ജീവിയാണ് തൈലാസീൻ. പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഏതോ ഒരു നായവർഗമാണെന്നേ തോന്നൂ. എന്നാൽ ഓസ്ട്രേലിയയിൽ നായവർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള ഡിങ്കോകൾ പോലും യഥാർത്ഥത്തിൽ ഏഷ്യയിൽ നിന്നും മനുഷ്യർക്കൊപ്പം ഓസ്ട്രേലിയയിൽ എത്തിപ്പെട്ടതാണ്. അല്ലാതെ ഡിങ്കോകൾ ഓസ്ട്രേലിയയിൽ രൂപം കൊണ്ടവയല്ല. എന്നാൽ തൈലാസീൻ ഓസ്ട്രേലിയയിൽ തന്നെ പരിണമിച്ചതാണ്. ഇതിനെ കാണാൻ നായകളെ പോലെ തോന്നുമെങ്കിലും ഇത് ശരിക്കും ഒരു മാർസൂപ്പിയൽ വർഗമായിരുന്നു. അതായത് ഒപ്പോസം, കങ്കാരു, കൊവാല, വോംബാറ്റ്സ് എന്നീ ജീവികളെ പോലെ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവയ്ക്ക് നായകളുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇവയുടെ തലയോട്ടി നോക്കിയാൽ അത് ചെന്നായകളുടെയും ഡിങ്കോസിന്റെയും തലയോട്ടിക്ക് തുല്യമാണ്. ഒറ്റ നോട്ടത്തിൽ എല്ലാം ഒരേ ജീവി വർഗത്തിന്റെ തലയോട്ടി തന്നെയാണെന്ന് തോന്നിപ്പോകും. തലയോട്ടി മാത്രമല്ല, ഇവയുടെ പല്ലുകളും വായും ശരീരവും വലിപ്പവും കൈകാലുകളും അങ്ങനെ എല്ലാം തന്നെ നായകൾക്ക് സമാനമാണ്. മറ്റൊരു കാര്യം, ജനറ്റിക്കലി നോക്കുമ്പോൾ നമ്മളും നായകളും തമ്മിൽ എത്രത്തോളം സാമ്യതയുണ്ടോ അത്ര പോലും സാമ്യത തൈലാസീനും നായകളും തമ്മിലില്ല. പക്ഷെ എന്നിട്ടും ഇവയ്ക്ക് നായകളുടേത് പോലത്തെ രൂപം കിട്ടിയത് ശരിക്കും കൺവേർജന്റ് എവല്യൂഷന്റെ ഒരു അത്ഭുതമാണ്. എന്തായാലും ഓസ്ട്രേലിയയിൽ രാജാക്കന്മാരെ പോലെ ജീവിച്ചിരുന്ന തൈലാസീൻ നിർഭാഗ്യവശാൽ ഡിങ്കോകളുടെ വരവോടെ അപ്രത്യക്ഷമായി. ഇത് കാണുമ്പോൾ പെട്ടെന്ന് കടലാമയായിരിക്കുമെന്ന് നമ്മൾ കരുതും. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഹിനോഡസ് എന്നൊരു തരം ഉരക ജീവി വർഗമാണ്. ഏകദേശം 22 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് കടലാമകൾ ആദ്യമായി പരിണമിക്കാൻ തുടങ്ങിയത്. ഇതിനു പുറമെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു വർഗമാണ് സൗറോസ്ഫാർഗേറ്റ്സ്. ഇവയ്ക്കും കൃത്യമായിട്ട് കടലാമകളുടെ രൂപമാണ്. സംഭവം, അന്നത്തെ സമുദ്രങ്ങൾ മുഴുവൻ വളരെ മാരകമായ രാക്ഷസ ജീവികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഈ ജീവികളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ കടലാമകളെ പോലെ നല്ല ശക്തമായ ഒരു പുറം തോടുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ 3 ജീവികൾക്കും പരിണാമം ഒരേപോലത്തെ സവിശേഷതകൾ നൽകിയത്. ഇവ മൂന്നും ഒരേപോലെ തോന്നിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഈ 3 വർഗങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഏകദേശം 35 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സമുദ്ര ജീവി വർഗമാണ് റെനാനിഡ്സ്. പ്രത്യക്ഷത്തിൽ ഇവയെ കാണാൻ ഇന്നത്തെ സ്റ്റിംഗ് റൈസ് പോലെയാണ്. പക്ഷേ സ്റ്റിംഗ് റൈസും ഇവയും തമ്മിൽ ഒരു ബന്ധവുമില്ല. റെനാനിഡ്സിന് വംശനാശം സംഭവിച്ച് 20 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റിംഗ് റൈസ് ആദ്യമായി പരിണമിക്കാൻ തുടങ്ങിയത്. എന്നാൽ രൂപത്തിൽ ഇവ സ്റ്റിംഗ് റൈസിന് തുല്യമാണ്. സമുദ്രത്തിന്റെ അധികം ആഴമില്ലാത്ത മേഖലകളിൽ ഏറ്റവും അടിത്തട്ടിലാണ് സ്റ്റിംഗ് റൈസ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ ആയിരുന്നു റെനാനിഡ്സും. സ്റ്റിംഗ് റൈസിന്റെ കണ്ണുകൾ ശരീരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്തിലാണ്. ഇരകളെ പിടിക്കാനും പിന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനും വേണ്ടി സ്റ്റിംഗ് റൈസ് പലപ്പോഴും മണ്ണിനടിയിൽ ഒളിച്ചു കിടക്കാറുണ്ട്. അങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയം അവയ്ക്ക് ചുറ്റുമുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കണ്ണുകൾ ഇങ്ങനെ മുകളിലായിരിക്കുന്നത്. ഇതേപോലെ തന്നെ ആയിരുന്നു റെനാനിഡ്സും. 2 ജീവികളും തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്നത് സ്റ്റിംഗ് റൈസിന്റെ ശരീരം പുറം ഭാഗം വളരെ സ്മൂത്ത് ആണ്. എന്നാൽ റെനാനിഡ്സിന്റെ ശരീരം കട്ടിയുള്ള പരുക്കൻ പുറംതോട് കൊണ്ട് മൂടപ്പെട്ടിരുന്നു. അതിനു പുറമെ സ്റ്റിംഗ് റൈസിന്റെ വാലിൽ വിഷമുള്ള ഒരു മുള്ളുണ്ട്. ഈ മുള്ളു കൊണ്ട് നമുക്കൊരു കുത്ത് കിട്ടിയാൽ അത് മാരക വേദന നൽകും. ചെറിയ ജീവികൾക്കാണെങ്കിൽ സ്റ്റിംഗ് റൈസിന്റെ വിഷം വളരെ അപകടകരമാണ്. എന്നാൽ റെനാനിഡ്സിന് ഇങ്ങനെ വിഷം കുത്താനുള്ള മുള്ളുണ്ടായിരുന്നില്ല. ഇതല്ലാതെ ഈ 2 ജീവി വർഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതൊക്കെ കൺവേർജന്റ് എവല്യൂഷന്റെ ഏതാനും ചില എക്സ്ട്രീം ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതുപോലെ കൺവേർജന്റ് എവല്യൂഷന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഇനിയും ധാരാളമുണ്ട്. എന്തായാലും കൺവേർജന്റ് എവല്യൂഷൻ പ്രകാരം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇന്റലിജന്റ് ആയ ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾക്ക് ഒരുപക്ഷെ മനുഷ്യർക്ക് സമാനമായ രൂപമുണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.